പ്രിയ സുഹൃത്തുക്കളെ, ഒരു മഹാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ശബ്ദമുയർത്തിയാൽ കുറച്ചുപേർ കേൾക്കും, എന്നാൽ വാക്കിന് ശക്തിയുണ്ടെങ്കിൽ ധാരാളം പേർ കേൾക്കും. നമസ്കാരം. ബുദ്ധ തത്വചിന്തയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു കഥയാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. നമ്മളിൽ പലരും എപ്പോഴും ചിന്തിക്കാറുണ്ട്, അതങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു, സംഭവിച്ചത് നല്ലതായിരുന്നില്ല, ഞാനൊരു വഴി കണ്ടുപിടിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരാളോട് അഭിപ്രായം ചോദിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സ്വന്തം ബുദ്ധി ഉപയോഗിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു, ഇന്ന് ഞാനിങ്ങനെയുള്ള ദുരിതങ്ങളിൽ അകപ്പെടുമായിരുന്നില്ല. ഇങ്ങനെ നമ്മൾ സ്വയം പഴിക്കാനും ദുഃഖിക്കാനും തുടങ്ങും. ഓർക്കുക, ഇത്തരത്തിലുള്ള പശ്ചാത്താപം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. എത്ര ശ്രമിച്ചാലും, ലക്ഷക്കണക്കിന് തവണ പരിശ്രമിച്ചാലും നിങ്ങളുടെ ഭൂതകാലത്തെ മാറ്റാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം ഇത്തരം ചിന്തകൾ ഉത്കണ്ഠ മാത്രമേ നൽകൂ. എന്നാൽ ഈ ഉത്കണ്ഠയോ പശ്ചാത്താപമോ നമുക്ക് വളരെ പ്രയോജനകരമായി മാറിയേക്കാം. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എങ്ങനെ ഗുണകരമാകുമെന്ന് പലരും അത്ഭുതപ്പെടുന്നുണ്ടാകും. നമ്മൾ ഇതിനകം കഷ്ടപ്പാടുകളിലും ദുരിതങ്ങളിലുമാണ്, പിന്നെ ഇതെങ്ങനെ പ്രയോജനം ചെയ്യും? സുഹൃത്തുക്കളെ, ആ തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് സ്വയം മാറാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭാവി നിങ്ങൾക്ക് തന്നെ മാറ്റിയെടുക്കാനും മെച്ചപ്പെടുത്താനും കഴിയും. ഭൂതകാലത്തിലെ തെറ്റുകളിൽ നിന്ന് പഠിച്ച് സ്വയം നവീകരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് അർത്ഥവത്തായ പശ്ചാത്താപമായി മാറുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഈ ബുദ്ധകഥയിലൂടെ ഇങ്ങനെയുള്ള പശ്ചാത്താപങ്ങളിൽ നിന്ന് രക്ഷ നേടാനുള്ള ചില വഴികൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളുടെ ഭൂതകാലത്തിലെ തെറ്റുകൾ മറന്ന് നിങ്ങൾക്കൊരു പുതിയ വ്യക്തിയായി ഉയർത്തെഴുന്നേൽക്കാൻ കഴിയും. സ്വയം സംശയിക്കുന്നവർക്കും സ്വന്തം ചിന്തകളിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കും ഭൂതകാലത്തിലെ തെറ്റുകൾ അലട്ടുന്നവർക്കും ഇത് ഒരു അനുഗ്രഹമായി മാറിയേക്കാം. ഒരിടത്ത് ഒരു നഗരത്തിൽ ഒരു യുവാവ് ജീവിച്ചിരുന്നു. തന്റെ കർമ്മങ്ങളെക്കുറിച്ച് അവൻ അങ്ങേയറ്റം അസ്വസ്ഥനായിരുന്നു. 30 വർഷം കഠിനാധ്വാനം ചെയ്തിട്ടും അവന്റെ പ്രയത്നങ്ങൾക്ക് ഫലം ലഭിക്കാതെ വന്നപ്പോൾ അവൻ മാനസികമായി തകർന്നുപോയി, ഉള്ളിൽ പൂർണ്ണമായും നിരാശനായി. ഒടുവിൽ അവൻ സന്യാസം സ്വീകരിക്കാൻ തീരുമാനിച്ചു. എന്റെ ലൗകിക ജീവിതത്തിൽ എനിക്കൊന്നും നേടാനായില്ല, പക്ഷേ എന്റെ സന്യാസ ജീവിതത്തിൽ ഞാൻ തീർച്ചയായും എന്തെങ്കിലും നേടും. ഏതു വില കൊടുത്തും ഞാൻ സത്യത്തെ തേടിപ്പിടിക്കും. അവൻ മനസ്സിൽ ദൃഢപ്രതിജ്ഞയെടുത്തു. 5 വർഷത്തോളം കടന്നുപോയി, എന്നാൽ അവന്റെ മനസ്സ് അവന്റെ നിയന്ത്രണത്തിലായിരുന്നില്ല. ഭിക്ഷയാചിക്കാൻ നഗരങ്ങളിലേക്ക് പോകുമ്പോൾ സുന്ദരികളായ സ്ത്രീകളെ കണ്ടാൽ അവന്റെ മനസ്സിൽ കാമചിന്തകൾ ഉയർന്നു. ഒറ്റയ്ക്ക് ശാന്തമായി ഇരിക്കുമ്പോൾ അവന് സ്വയം ദേഷ്യം വരുമായിരുന്നു, കടുത്ത പശ്ചാത്താപം തോന്നുമായിരുന്നു. അപ്പോൾ അവൻ ചിന്തിക്കും, ഞാൻ എന്തിനാണൊരു സന്യാസിയായത്? മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ സന്യാസ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം? ഇതിലും നല്ലത് ഒരു നല്ല സ്ത്രീയെ വിവാഹം കഴിച്ച് പണമുണ്ടാക്കി കുടുംബം നോക്കുന്നതായിരുന്നു. ഒരുപക്ഷെ എനിക്ക് കുട്ടികളുണ്ടാകുമായിരുന്നു. പക്ഷെ ഞാൻ എത്ര മണ്ടനാണ്! എന്റെ എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ച് ഈ കാടുകളിലേക്ക് ഞാൻ എന്തിനു വന്നു? എന്തിനാണ് സന്യാസം സ്വീകരിച്ചത്? ഇത്തരം ചിന്തകൾ അവന്റെ മനസ്സിൽ നിരന്തരം അലട്ടിക്കൊണ്ടിരുന്നു. ഈ ചിന്തകൾ കാരണം അവനിൽ നെഗറ്റിവിറ്റി നിറഞ്ഞു. ചെറിയ കാര്യങ്ങൾക്ക് പോലും അവൻ ദേഷ്യപ്പെട്ടു. അവൻ സ്വയം പഴിച്ചു. ഏതെങ്കിലും വിജയകരനായ സന്യാസിയെ കാണുമ്പോൾ അവന്റെ മനസ്സിൽ അസൂയ തോന്നി. അവരെ താഴ്ത്തിക്കെട്ടാൻ അവൻ എല്ലാ വഴികളും നോക്കി. ഇത്തരത്തിലുള്ള പലതരം ചിന്തകൾ അവനെ വല്ലാതെ അലട്ടാൻ തുടങ്ങി. അവൻ കൂടുതൽ ഉത്കണ്ഠാകുലനായി. പതിയെ പതിയെ അവൻ ആഹാരം പോലും പൂർണ്ണമായും ഉപേക്ഷിച്ചു. ഒരു ദിവസം രാത്രി അവൻ ആശ്രമത്തിന് പുറത്തിരുന്ന് കരയുകയായിരുന്നു. കരച്ചിലിന്റെ ആധിക്യത്തിൽ അവൻ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. ആ ചിന്തയോടെ അവൻ ആശ്രമത്തിൽ നിന്ന് പുറത്തിറങ്ങി ഒരു മലയുടെ മുകളിലേക്ക് നടന്നു. കരഞ്ഞുകൊണ്ട് അവൻ മനസ്സിൽ പറഞ്ഞു, എനിക്ക് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചുപോകാൻ ആഗ്രഹമുണ്ടായിട്ടും എനിക്കത് സാധിക്കില്ല. കാരണം ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സന്യാസം സ്വീകരിച്ചതാണ്. ഒരിക്കൽ സന്യാസം സ്വീകരിച്ചാൽ ഒരു വ്യക്തിയുടെ വീടും കുടുംബവുമെല്ലാം നഷ്ടപ്പെടും. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവൻ മലമുകളിലേക്ക് നോക്കി. അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ അനിയന്ത്രിതമായി ഒഴുകുന്നുണ്ടായിരുന്നു. എന്നിട്ടും അവന്റെ മനസ്സിൽ പലതരം ചിന്തകൾ അലതല്ലി. എന്റെ ജീവിതത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുത്തിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഈ അവസ്ഥയുണ്ടാകില്ലായിരുന്നു എന്നവൻ ഇപ്പോഴും വിലപിച്ചു. കരഞ്ഞുകൊണ്ട് അവൻ മുന്നോട്ട് കാൽ വയ്ക്കാൻ ഒരുങ്ങുകയായിരുന്നു. അപ്പോഴാണ് ഒരു ശബ്ദം കേട്ടത്. ആരോ അവനോട് പെട്ടെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഭിക്ഷു, നിൽക്കൂ, എവിടെയാണോ നീ ഉപേക്ഷിച്ചു പോകുന്നത് അവിടെ നിന്ന് തന്നെ നിനക്ക് വീണ്ടും തുടങ്ങേണ്ടിവരും. അതുകൊണ്ട് ഒരു തവണ കൂടി ആലോചിക്കുക. ഈ ശബ്ദം കേട്ട് സന്യാസി നിന്നു. അവൻ ചുറ്റും തിരിഞ്ഞു നോക്കി, പക്ഷേ ആരെയും കണ്ടില്ല. അപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു, ആരാണ് നീ? അപ്പോൾ അവന്റെ കണ്ണുകൾ ഒരു വൃദ്ധനായ ബുദ്ധഭിക്ഷുവിലേക്ക് ചെന്നു. അവരെ കണ്ടപ്പോൾ സന്യാസിക്ക് കൂടുതൽ ദേഷ്യം വന്നു. അവൻ ചോദിച്ചു, ആരാണ് നിങ്ങൾ? എന്തിനാണ് എന്നെ തടയുന്നത്? അപ്പോൾ ആ വൃദ്ധനായ ബുദ്ധഭിക്ഷു സന്യാസിയോട് ശാന്തനായി പറഞ്ഞു, ഭിക്ഷു, ഞാൻ ഇത്രമാത്രമേ പറയുന്നുള്ളൂ. നീ എവിടെയാണോ അവസാനിപ്പിച്ചു പോകുന്നത് അവിടെ നിന്ന് തന്നെ നിനക്ക് വീണ്ടും തുടങ്ങേണ്ടിവരും. അതുകൊണ്ട് ഈ തീരുമാനം എടുക്കും മുമ്പ് ഒരു തവണ കൂടി ആലോചിക്കുക. ഒരുപക്ഷേ നീ വീണ്ടും ഒരു തെറ്റായ തീരുമാനത്തിലേക്കാണോ പോകുന്നത്? ഇതുകേട്ട് സന്യാസി കോപത്തോടെ ബുദ്ധഭിക്ഷുവിനോട് പറഞ്ഞു, ഞാൻ വീണ്ടും വീണ്ടും ഇതേ തെറ്റുകൾ ആവർത്തിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?
അറിയാതെ തെറ്റുകൾ വരുത്തിയിട്ടുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അതിന്റെ അർത്ഥം ഞാൻ ഈ തെറ്റുകൾ ആവർത്തിക്കുമെന്നല്ല. എന്റെ തെറ്റുകളിൽ നിന്ന് ഞാൻ ഒരുപാട് പാഠം പഠിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ ആ തെറ്റുകൾ തിരുത്താനോ മാറ്റാനോ കഴിയില്ല. അതുകൊണ്ട് ഞാൻ വളരെ ആലോചിച്ചാണ് ഈ തീരുമാനമെടുത്തത്. സന്യാസിയുടെ ഈ വാക്കുകൾ കേട്ട് ആ വൃദ്ധനായ ബുദ്ധഭിക്ഷു ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് ആ സന്യാസിയോട് പറഞ്ഞു, ഭിക്ഷു, ഭൂതകാലത്തിലെ തെറ്റുകൾ ആർക്കും തിരുത്താൻ കഴിയില്ല. കാരണം കഴിഞ്ഞുപോയ സമയം ഒരിക്കലും തിരിച്ചുവരില്ല. ഭൂതകാലത്തെ മാറ്റാൻ കഴിയുമെന്ന് പറയുന്നവർ മണ്ടന്മാരാണ്. ഈ ലോകത്ത് അവരെക്കാൾ വലിയ അജ്ഞാനി വേറെയില്ല. കാരണം സമയം തിരിച്ചുവിടാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ നിങ്ങളുടെ ഭൂതകാലത്തിലെ തെറ്റുകൾ എങ്ങനെ തിരുത്താൻ കഴിയും? എന്നാൽ ബുദ്ധിമാന്മാരും ജ്ഞാനികളുമായ ആളുകൾക്ക് ജീവിതത്തിൽ തെറ്റുകൾ വരുത്തേണ്ടത് എത്ര പ്രധാനമാണെന്ന് നന്നായി അറിയാം. തെറ്റുകളിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, നമ്മുടെ ഭാവിയെ മികച്ചതാക്കുന്നത്. തുടർന്ന് ആ വൃദ്ധനായ ബുദ്ധഭിക്ഷു സന്യാസിയോട് പറഞ്ഞു, ഭിക്ഷു, സ്വന്തം കുറവുകൾ അറിയാതെ നിനക്കെങ്ങനെ സ്വയം മെച്ചപ്പെടുത്താൻ കഴിയും? നമ്മുടെ കുറവുകൾ നമ്മുടെ തെറ്റുകളിലൂടെയല്ലേ നമുക്ക് മനസ്സിലാകുന്നത്? ആ വൃദ്ധഭിക്ഷു തുടർന്നു, ഓരോ മാതാപിതാക്കളും തങ്ങളുടെ കുട്ടികളെ വളരെ സ്നേഹത്തോടെയും ലാളനയോടെയുമാണ് വളർത്തുന്നത്. അവർക്ക് ഒരു പോറൽ പോലും ഏൽക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. തങ്ങളുടെ കുട്ടി ഒരിക്കലും തെറ്റുകൾ ചെയ്യാനോ കഷ്ടപ്പെടാനോ അവർ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അവർ ഒരു പ്രധാന കാര്യം മറന്നുപോകുന്നു. ജീവിതം ഒരു യുദ്ധക്കളമാണ്. ഇവിടെ നമ്മൾ നമ്മുടെ തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഒരു യോദ്ധാവാകുന്നു. ജീവിതത്തിൽ ഒരിക്കലും തെറ്റുവരുത്തുകയില്ലെന്ന് ചിന്തിക്കുന്ന ഒരാൾ ഈ ജീവിതമാകുന്ന യുദ്ധക്കളത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് അതിനർത്ഥം. ഈ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത ഒരാൾക്ക് ജീവിതത്തിൽ ഒരിക്കലും പുതിയതൊന്നും നേടാനോ പഠിക്കാനോ കഴിയില്ല. അവൻ പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രം ചെയ്യും. എന്നാൽ ഈ യുദ്ധഭൂമിയിൽ പങ്കെടുക്കുന്നൊരു വ്യക്തിക്ക് നന്നായി അറിയാം, പലതവണ വീഴേണ്ടിവരുമെന്നും പലതവണ സ്വയം നിയന്ത്രിക്കേണ്ടിവരുമെന്നും. പക്ഷേ അവൻ ഒരിടത്തും നിർത്താൻ പാടില്ല. അവൻ മുന്നോട്ടു പോകണം. കാരണം ജീവിതം മുന്നോട്ടു പോകുന്നതിന്റെ പേരാണ്. ഇതുകേട്ട് സന്യാസി കൂടുതൽ കോപിഷ്ഠനായി. അവൻ ബുദ്ധഭിക്ഷുവിനോട് പറഞ്ഞു, നിങ്ങൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എന്റെ സമയം പാഴാക്കുകയാണ്. എന്താണ് പറയാനുള്ളതെന്ന് വേഗം പറയൂ, അല്ലെങ്കിൽ നന്നായിരിക്കില്ല. അപ്പോൾ ആ വൃദ്ധനായ ബുദ്ധഭിക്ഷു ഒരു പുഞ്ചിരിയോടെ വീണ്ടും സന്യാസിയോട് പറഞ്ഞു, ഭിക്ഷു, ഇന്ന് ഞാൻ നിനക്ക് ജീവിതത്തിലെ 5 വഴികൾ പറഞ്ഞുതരാം. അവ പിന്തുടർന്നാൽ നിനക്ക് നിന്റെ ഭൂതകാലത്തിലെ തെറ്റുകളെ ശക്തിയാക്കി മാറ്റാൻ കഴിയും. തുടർന്ന് ആ ബുദ്ധഭിക്ഷു സന്യാസിയോട് ചോദിച്ചു, ഭിക്ഷു, ആ 5 വഴികൾ ഏതൊക്കെയാണെന്ന് നിനക്കറിയണമെന്നുണ്ടോ? നിനക്കറിയണമെങ്കിൽ അതിനായി നീ എനിക്ക് ഒരു വാക്ക് തരണം. അപ്പൊ സന്യാസി ചോദിച്ചു, എന്ത് വാക്ക്? ആ വൃദ്ധനായ ബുദ്ധഭിക്ഷു വളരെ സ്നേഹത്തോടെ സന്യാസിയോട് പറഞ്ഞു, ഇതുമാത്രമാണ്, നീ നിന്റെ മനസ്സിൽ നിന്ന് ആത്മഹത്യാചിന്ത ഉപേക്ഷിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ നിനക്ക് ഈ 5 കാര്യങ്ങൾ പറഞ്ഞു തരികയുള്ളൂ. അല്ലാത്തപക്ഷം നിനക്ക് നിന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാം. പക്ഷെ ഓർക്കുക, നീ മുൻപ് ആവർത്തിച്ച അതേ തെറ്റുകൾ തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇത്തവണയും നീ ചെയ്യുന്നത്. ഇത്രയും പറഞ്ഞ് ആ വൃദ്ധനായ ബുദ്ധഭിക്ഷു നിശബ്ദനായി. സന്യാസി കുറച്ചുനേരം ചിന്തയിലാണ്ടുപോയി. എന്തു ചെയ്യണമെന്ന് അവന് മനസ്സിലായില്ല. അവൻ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ആ 5 കാര്യങ്ങൾ അവൻ അറിയാൻ കഴിയില്ല. ആ 5 കാര്യങ്ങൾ അറിയണമെങ്കിൽ ആത്മഹത്യാചിന്ത മനസ്സിൽ നിന്ന് മാറ്റിവെക്കണം. സന്യാസി ഒരു ആശയക്കുഴപ്പത്തിലായിരുന്നു. എന്നാൽ ഏറെ നേരം ആലോചിച്ച ശേഷം അവൻ ആ വൃദ്ധനായ ബുദ്ധഭിക്ഷുവിന്റെ വാക്ക് കേട്ടു. അവൻ ബുദ്ധഭിക്ഷുവിന്റെ അടുത്തെത്തി പറഞ്ഞു, പറയൂ, നിങ്ങൾക്കെന്താണ് പറയാനുള്ളത്? അപ്പോൾ ആ വൃദ്ധനായ ബുദ്ധഭിക്ഷു സന്യാസിയോട് ആദ്യത്തെ കാര്യം പറഞ്ഞു, ഭിക്ഷു, ആദ്യം നീ ഒരു കാര്യം മനസ്സിലാക്കുക. ഭൂതകാലത്തിൽ നിന്നോട് സംഭവിച്ച തെറ്റുകൾ ആരുടെ കാരണത്താലാണ്? അതിനു പിന്നിലെ യഥാർത്ഥ കാരണം എന്തായിരുന്നു? നീ ആദ്യം ആ കാരണങ്ങളെ തിരിച്ചറിയണം. ആ കാരണങ്ങൾ ചിലപ്പോൾ നിസ്സഹായതയാകാം, ഒരു വ്യക്തിയാകാം, അല്ലെങ്കിൽ നീ ആ തെറ്റുകൾ ചെയ്തത് നിന്റെ സ്വാർത്ഥതയ്ക്കു വേണ്ടിയാകാം. ആ കാരണങ്ങൾ എന്താണെന്ന് നീ കണ്ടെത്തണം. നിനക്ക് ആരെങ്കിലും വഞ്ചന നൽകിയിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ടായിരുന്നു? നീ ഇതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ നീ അവരെ അമിതമായി വിശ്വസിച്ചിട്ടുണ്ടാവാം. ഒരിക്കൽ നീ ആ കാരണം മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്താൽ എവിടെയാണ് നിനക്ക് പിഴച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒരു തവണ നിന്റെ തെറ്റ് മനസ്സിലാക്കിയാൽ നിനക്കത് തിരുത്താൻ കഴിയും. അങ്ങനെ ഭാവിയിൽ അത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യാം. തുടർന്ന് ആ വൃദ്ധനായ ബുദ്ധഭിക്ഷു സന്യാസിയോട് പറഞ്ഞു, തെറ്റുകൾ നമ്മളെ ദുഃഖിപ്പിക്കാറില്ല. മറിച്ച് നമ്മുടെ തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോഴാണ് നമ്മൾ ദുഃഖിതരാകുന്നത്. തെറ്റ് തിരുത്താൻ കഴിയില്ലെന്നും അതിൽ നിന്ന് പഠിച്ച് മുന്നോട്ടു പോകാനുള്ള ആത്മവിശ്വാസമില്ലെന്നും തോന്നുമ്പോഴാണ് വിഷമം വരുന്നത്. നമുക്ക് നമ്മളിൽ തന്നെ സംശയമുണ്ടാകുമ്പോൾ ദുഃഖം നമ്മളെ കീഴടക്കുന്നു. എന്നാൽ വെറും ഒരു തവണ ഒരു തെറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് പഠിക്കുകയും അത് തിരുത്താൻ സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തുകയും ചെയ്താൽ നമ്മുടെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണരും. അപ്പോൾ യാതൊരു ദുഃഖവും നമ്മളെ അലട്ടില്ല. അതുകൊണ്ട് ഏതൊരു തെറ്റിന്റെയും പിന്നിലെ കാരണം അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്.
ഇതിനായി നിനക്ക് വെറുതെ ഇരുന്ന് ചിന്തിക്കാം. ഇത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഒരു തവണ ആ തെറ്റിന് പിന്നിലെ കാരണം നിനക്ക് മനസ്സിലായാൽ രണ്ടാമത്തെ വഴി നിനക്ക് പ്രയോജനപ്പെടും. ഒരു തെറ്റിന് പിന്നിലെ കാരണം നമ്മൾ മനസ്സിലാക്കിക്കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ സ്വയം ഒരു ചോദ്യം ചോദിക്കണം: ആ തെറ്റ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ എങ്ങനെയുള്ള ആളായിരുന്നു? ആ തെറ്റ് ചെയ്തതിനു ശേഷം നമ്മളിൽ എന്ത് മാറ്റമാണുണ്ടായത്? നമ്മുടെ തെറ്റിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും പാഠം പഠിച്ചോ ഇല്ലയോ? പഠിച്ചെങ്കിൽ നമ്മളെക്കുറിച്ച് എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞത്? തുടർന്ന് ആ വൃദ്ധനായ ബുദ്ധഭിക്ഷു സന്യാസിയോട് പറഞ്ഞു: ഭിക്ഷു, നീ ഇത്തരത്തിൽ സ്വയം ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ പുതിയ അനുഭവങ്ങൾ വന്നുചേർന്നതായി നിനക്ക് കാണാൻ കഴിയും. ഈ അനുഭവങ്ങൾ നിന്നെ മുന്നോട്ടു കൊണ്ടുപോകാൻ വളരെയധികം സഹായിക്കും. നിനക്കറിയാമല്ലോ, ഒരാൾക്ക് ജീവിതത്തിൽ വഞ്ചന നേരിടുമ്പോൾ ഭൂരിഭാഗം ആളുകളും ചിന്തിക്കുന്നത് ഇതിൽ എന്റെ തെറ്റെന്തായിരുന്നു എന്നു മാത്രമാണ്. എന്നാൽ അവർക്ക് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇന്ന് നിനക്ക് വഞ്ചന ലഭിച്ചെങ്കിൽ അതെന്തുകൊണ്ടായിരുന്നു? കാരണം നീയൊരു സംവേദനക്ഷമനായ മനുഷ്യനാണ്. നീ കൂടുതൽ സംവേദനക്ഷമനാകുമ്പോൾ നിന്റെ ഈ സ്വഭാവം തന്നെയാകും ചിലപ്പോൾ വഞ്ചനയ്ക്ക് കാരണമാകുന്നത്. അതാണ് നിന്റെ തെറ്റ്. നിനക്ക് നിന്റെ തെറ്റ് മനസ്സിലായപ്പോൾ അത് നിന്റെ വീഴ്ചയാണെന്നും നീ പഠിച്ചു. ഒരിക്കൽ നീ സ്വയം നിരീക്ഷിക്കാൻ തുടങ്ങിയാൽ നിനക്ക് നിന്നെക്കുറിച്ച് അതിശയകരമായ പല കാര്യങ്ങളും കണ്ടെത്താനാകും. അപ്പോൾ നീ അത്ഭുതപ്പെടും, കാരണം നിന്നെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയാൻ തുടങ്ങും. അതുകൊണ്ട് സ്വയം നിരീക്ഷിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. തുടർന്ന് ആ വൃദ്ധനായ ബുദ്ധഭിക്ഷു സന്യാസിയോട് മൂന്നാമത്തെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. മൂന്നാമത്തെ രീതിയിൽ നമ്മൾ സ്വയം ഒരു പ്രതിജ്ഞയെടുക്കുന്നു. ഭാവിയിൽ ഈ തെറ്റ് ആവർത്തിക്കില്ലെന്ന് നമ്മൾ ഉറച്ച തീരുമാനമെടുക്കുന്നു. പുതിയ ചില തെറ്റുകൾ നമ്മളിൽ നിന്ന് സംഭവിച്ചേക്കാം, പക്ഷേ ഈ തെറ്റുകൾ ജീവിതത്തിൽ ഒരിക്കലും ആവർത്തിക്കില്ലെന്ന് നമ്മൾ ദൃഢനിശ്ചയം ചെയ്യണം. തുടർന്ന് ആ വൃദ്ധഭിക്ഷു സന്യാസിയോട് പറഞ്ഞു: ഭിക്ഷു, ഈ ലോകത്ത് 3 തരം ആളുകളുണ്ട്. 1. മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുന്നവർ. 2. സ്വന്തം തെറ്റുകളിൽ നിന്ന് പഠിക്കുന്നവർ. 3. തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ, എന്നാൽ ഒരിക്കലും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാത്തവർ. നിങ്ങൾ പലതരം നദികളെ കണ്ടിട്ടുണ്ടാകുമല്ലോ. നദികൾക്ക് അർത്ഥമുണ്ടാകുന്നത് അവ വിവിധ സ്ഥലങ്ങളിലൂടെ ഒഴുകി മുന്നോട്ടു പോകുമ്പോഴാണ്. അതേ നദി ഒരിടത്ത് കെട്ടിക്കിടന്നാൽ അതിനെ നദിയെന്ന് വിളിക്കാനാകുമോ? അതുപോലെ ഒരു മനുഷ്യന്റെ ജീവിതവും പുതിയ അനുഭവങ്ങൾ നേടാനും പുതിയ തെറ്റുകൾ ചെയ്യാനും വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് ഒരിക്കൽ നിങ്ങൾ ചെയ്ത തെറ്റിനെക്കുറിച്ച് തീരുമാനമെടുക്കുക. ആ തെറ്റുകൾ ജീവിതത്തിൽ ഒരിക്കലും ആവർത്തിക്കില്ലെന്ന്. അതെ, നിങ്ങളിൽ നിന്ന് പുതിയ തെറ്റുകൾ സംഭവിച്ചേക്കാം, പക്ഷേ നിങ്ങൾ വീണ്ടും വീണ്ടും അതേ തെറ്റുകൾ ആവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളൊരു വിഡ്ഢിയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളും ഒരു മൃഗവും തമ്മിൽ യാതൊരു വ്യത്യാസവുമുണ്ടാകില്ല. തുടർന്ന് ആ ഭിക്ഷു സന്യാസിയോട് 4ാമത്തെ കാര്യം പറഞ്ഞു: ഭിക്ഷു, പലപ്പോഴും തെറ്റുകൾ സംഭവിക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് അവയെക്കുറിച്ച് ഒരു തോന്നലുണ്ടാകാറുണ്ട്. തെറ്റുകൾ സംഭവിക്കാൻ പോകുന്നു എന്നൊരു ഉൾവിളി നമുക്ക് ലഭിക്കാറുണ്ട്. അതുകൊണ്ട് ഒരു തെറ്റ് സംഭവിക്കുന്നതിന് മുൻപ് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ഭാഗ്യവാനാണ്. കാരണം നിങ്ങൾക്ക് ആ തെറ്റ് സംഭവിക്കാതെ തടയാൻ കഴിയും. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ സൂചനകൾ അനുഭവിച്ചിട്ടുണ്ടാകാം, കാരണം ഈ പ്രപഞ്ചം നമുക്ക് സൂചനകൾ നൽകുന്നുണ്ട്. എന്നിട്ടും നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ഈ കാര്യങ്ങളെ അവഗണിക്കാറാണ് പതിവ്. അതിന്റെ ഫലം നമുക്ക് ഭാവിയിൽ അനുഭവിക്കേണ്ടിവരും. എന്നാൽ നിങ്ങളുടെ ഈ ഭൂതകാലത്തിലെ തെറ്റുകളിൽ നിന്ന് പഠിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ അനുഭവം വർദ്ധിക്കും. ജീവിതത്തെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാകും. നമ്മുടെ ധാരണ വർദ്ധിക്കുമ്പോൾ തെറ്റുകൾ സംഭവിക്കുന്നത് തടയാനും കഴിയും. അതുകൊണ്ട് ബുദ്ധി ഉപയോഗിക്കുക, ചിന്തിക്കുക. നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തിന്റെ ഫലം എന്തായിരിക്കാം? ആ പ്രവൃത്തി ഒരു തെറ്റായി മാറുമോ? ഇത്തരത്തിലാണ് ഒരു മനുഷ്യൻ ജീവിതത്തിൽ പക്വത നേടുന്നത്. ഇതിലൂടെയാണ് നിങ്ങളുടെ വളർച്ച സംഭവിക്കുന്നത്. നാം എല്ലാവരും ഈ വഴിയിലൂടെ കടന്നുപോകേണ്ടതുണ്ട്. അല്ലാത്തപക്ഷം നമ്മുടെ ജീവിതം അവിടെത്തന്നെ നിലച്ചുപോകും. നമുക്കൊരിക്കലും മുന്നോട്ടു പോകാൻ കഴിയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടു പോകാനും ഏതെങ്കിലും ലക്ഷ്യം നേടാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ പ്രവർത്തന രീതി നിങ്ങൾ സ്വീകരിക്കണം. ഇത് മനസ്സിലാക്കണം. തുടർന്ന് ആ വൃദ്ധനായ ബുദ്ധഭിക്ഷു ആ സന്യാസിയോട് അവസാനത്തെ കാര്യം കൂടി പറഞ്ഞു. അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പാഠം ഇതാണ്: നിന്റെ അനുഭവങ്ങളിലൂടെ നീ ഒരു നല്ല മനുഷ്യനായി മാറിയാൽ നിനക്കിനി മറ്റുള്ളവർക്ക് മാർഗദർശിയാകാൻ കഴിയും. അവരുടെ വഴിയിൽ ഒരു ദീപം പോലെ പ്രകാശമേകാനും മുന്നോട്ട് നയിക്കാനും നിനക്ക് സാധിക്കും. കാരണം നമ്മളെങ്ങനെ ചിന്തിക്കുന്നുവോ അതുപോലെയായിരിക്കും നമ്മൾ മാറുന്നത്. നീ നിന്നെത്തന്നെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ പതിയെ പതിയെ നീ മികച്ചവനായിത്തീരും. ഈ പ്രകൃതിയും നിനക്ക് പിന്തുണ നൽകും, നിന്നെ സഹായിക്കും. പ്രപഞ്ചം നിനക്ക് വഴി കാട്ടിത്തരും. അപ്പോൾ നീ മനുഷ്യരാശിയുടെ ക്ഷേമത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. ശാസ്ത്രങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമായി കരുതപ്പെടുന്നത് അതാണ്. ഇതിലും ശ്രേഷ്ഠമായ ഒരു പ്രവൃത്തി വേറെയില്ല. സമസ്ത ജീവജാലങ്ങളുടെയും മനുഷ്യരാശിയുടെയും ക്ഷേമത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർ പരമാത്മാവിന് പ്രിയപ്പെട്ടവരാകുന്നു. അങ്ങനെയുള്ളവരുടെ മനസ്സിൽ സ്നേഹം, കാരുണ്യം, ദയ തുടങ്ങിയ നിരവധി ഉദാത്ത ഭാവങ്ങൾ ഉണരുന്നു. പരമാത്മാവെന്നത് കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും മറ്റൊരു പേരാണ്. ഇത്രയും പറഞ്ഞ് ആ വൃദ്ധനായ ബുദ്ധഭിക്ഷു നിശബ്ദനായി.
ആ സന്യാസിക്കും തന്റെ തെറ്റ് പൂർണ്ണമായി മനസ്സിലായി. അവന്റെ കണ്ണുകളിൽ സന്തോഷത്തിന്റെ കണ്ണുനീർ നിറഞ്ഞു. അവൻ ആ ബുദ്ധഭിക്ഷുവിന്റെ കാൽക്കൽ വീണു പറഞ്ഞു, ഗുരുവേ, ഇത്രയും നിർമ്മലവും ജീവിതത്തിന് അർത്ഥം നൽകുന്നതുമായ ഈ ജ്ഞാനം ലഭിച്ചതിൽ ഞാൻ ധന്യനായി. അങ്ങ് പറഞ്ഞതെല്ലാം ഞാൻ എന്റെ ജീവിതത്തിൽ തീർച്ചയായും പ്രാവർത്തികമാക്കും. എന്റെ ജീവിതവും ഞാൻ സഫലീകരിച്ച് കാണിക്കും. ഇത്രയും പറഞ്ഞ് അവൻ ആ ബുദ്ധഭിക്ഷുവിനെ പ്രണമിച്ച് തിരികെ തന്റെ ആശ്രമത്തിലേക്ക് മടങ്ങി. കഥ അവസാനിച്ചിരിക്കുന്നു. നമോ ബുദ്ധായ. പ്രേക്ഷകരെ, വിജയത്തെക്കുറിച്ചുള്ള അടുത്ത രസകരമായ കഥയിലേക്ക് കടക്കാം. പുരാതനകാലത്ത് ഒരു ഗ്രാമത്തിൽ 24 വയസ്സുകാരനായ ഒരു യുവാവ് ജീവിച്ചിരുന്നു. ഒരു ധനികന്റെ കീഴിൽ ജോലി ചെയ്താണ് അവൻ ഉപജീവനം കഴിച്ചിരുന്നത്. രോഗബാധിതരായി മാതാപിതാക്കളെ നഷ്ടപ്പെട്ട അവന് ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടിവന്നു. ദിവസക്കൂലിക്ക് പണിയെടുത്ത് അവൻ പണം സമ്പാദിച്ചു. എന്നാൽ അന്നന്നത്തെ ഭക്ഷണത്തിനും താമസത്തിനും അത് തികഞ്ഞിരുന്നില്ല. അവന്റെ ജീവിതം അങ്ങനെ മുന്നോട്ടു പോവുകയായിരുന്നു. ഒരു ദിവസം അവൻ കണ്ടു, ഒരു വൃദ്ധനായ ഫക്കീർ തന്റെ പുറത്ത് 3 ചാക്കുകളുമായി ഒരു നഗരത്തിൽ നിന്ന് മറ്റൊരു നഗരത്തിലേക്ക് പോകുന്നു. അയാൾക്ക് നല്ല പ്രായമുണ്ടായിരുന്നു. ഏറെ ദൂരം യാത്ര ചെയ്തിരുന്നതിനാൽ വളരെ ക്ഷീണിതനായിരുന്നു. കുറച്ചുകൂടി നടന്ന ശേഷം അയാൾ തളർന്ന് ഒരു മരച്ചുവട്ടിലിരുന്നു. അപ്പോൾ അയാളുടെ കണ്ണുകൾ ഒരു യുവാവിൽ പതിഞ്ഞു. യുവാവ് അതേ വഴിയിലൂടെയാണ് പോകുന്നത്. ഫക്കീറിന് പോകേണ്ട അതേ ദിശയിലേക്കാണ് അവനും പോകേണ്ടിയിരുന്നത്. യുവാവ് ആ വൃദ്ധനായ ഫക്കീറിന്റെ അടുത്തുകൂടി നടന്നുപോയി. ഇതുകണ്ട് ഫക്കീർ ആ യുവാവിനോട് ചോദിച്ചു, മോനെ, എനിക്കൊരു ചെറിയ സഹായം ചെയ്യാമോ? ഈ ചാക്കുകൾക്ക് നല്ല ഭാരമുണ്ട്. ഞാൻ വൃദ്ധനാണ്. എനിക്കിത് അധികനേരം ചുമക്കാൻ കഴിയില്ല. വല്ലാതെ തളർന്നുപോയി. നീ എന്നെ സഹായിക്കാമോ? ഇതിനു പകരമായി ഞാൻ നിനക്ക് 3 സ്വർണ്ണനാണയങ്ങൾ നൽകാം. ആ യുവാവ് ഫക്കീറിന്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ടു. എന്നിട്ട് ഫക്കീറിനോട് പറഞ്ഞു, സാരമില്ല ബാബാ, ഞാൻ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ്. എവിടെയാണ് നിങ്ങൾക്ക് പോകേണ്ടത്? അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ യുവാവ് ഫക്കീറിന്റെ ഒരു ചാക്കെടുത്ത് തോളിലിട്ടു. അപ്പോഴാണ് അവനത് മനസ്സിലായത്. ആ ചാക്ക് ശരിക്കും വളരെ ഭാരമുള്ളതാണെന്ന്. ആ യുവാവും ഫക്കീറും വഴിയിലൂടെ മുന്നോട്ടു നടന്നു. കുറച്ചുദൂരം പിന്നിട്ടപ്പോൾ ഗ്രാമം അവസാനിച്ചു. ഒരു വിജനമായ പാത മുന്നോട്ടു നീണ്ടു. ഇരുവരും യാത്ര തുടരുകയായിരുന്നു. യുവാവ് ഫക്കീറിനോട് ചോദിച്ചു, ബാബാ, ഈ ചാക്കിൽ എന്താണ് ഇത്ര ഭാരം? അതിന് ഫക്കീർ മറുപടി നൽകി, ഒന്നുമില്ല മോനെ, ഇതിൽ കുറച്ച് ചെമ്പ് നാണയങ്ങളുണ്ട്. അതുകൊണ്ടാണ് ചാക്കിനിത്ര ഭാരം. ഫക്കീറിന്റെ ഈ വാക്കുകൾ കേട്ട് യുവാവ് മനസ്സിൽ ചിന്തിച്ചു, ഈ ബാബ തീർച്ചയായും ഒരു വ്യാപാരിയായിരിക്കും. അതുകൊണ്ടായിരിക്കണം ഇത്രയധികം ചെമ്പ് നാണയങ്ങളുമായി യാത്ര ചെയ്യുന്നത്. പിന്നീട് അവന്റെ മനസ്സിൽ മറ്റൊരു ചിന്ത വന്നു, എനിക്കെന്താണ്? എനിക്കീ ചാക്ക് മറ്റേ ഗ്രാമത്തിലെത്തിച്ചാൽ മാത്രം മതി. ഈ ചിന്ത മനസ്സിൽ വന്നയുടൻ അവൻ ചെമ്പ് നാണയങ്ങളെക്കുറിച്ചുള്ള ആലോചന ഉപേക്ഷിച്ച് സ്വന്തം വഴിയെ മുന്നോട്ടു നടന്നു. നടന്നു കുറച്ചുകൂടി സമയമെടുത്തു. അവർ ഒരു നദിക്കരയിലെത്തി. യുവാവ് നല്ല ആരോഗ്യവും ചുറുചുറുക്കുമുള്ളവനായിരുന്നു. അതുകൊണ്ട് അധികം ചിന്തിക്കാതെ അവൻ നദിയിലേക്കിറങ്ങി. എന്നാൽ ഫക്കീർ അപ്പോഴും കരയിൽ തന്നെ നിന്നു. അപ്പോൾ യുവാവ് ഫക്കീറിനോട് പറഞ്ഞു, എന്തുപറ്റി ബാബാ? വരൂ, നമുക്കീ നദി കടക്കണം. അപ്പോഴല്ലേ നമുക്ക് ആ ഗ്രാമത്തിലെത്താൻ കഴിയൂ. ഇതിന് ഫക്കീർ യുവാവിനോട് പറഞ്ഞു, മോനെ, നമുക്കീ നദി കടക്കണമെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ വൃദ്ധനാണെന്ന് നിനക്കറിയാമല്ലോ. ഈ 2 ചാക്കുകളുമായി എനിക്ക് നദി കടക്കാൻ കഴിയില്ല. എന്റെ കാൽ വഴുതിയാൽ എന്തു ചെയ്യും? നിനക്ക് എന്റെ മറ്റൊരു കെട്ടുകൂടി എടുക്കാമോ? അതിനു പകരമായി ഞാൻ നിനക്ക് 3 സ്വർണ്ണനാണയങ്ങൾ കൂടി നൽകാം. ഇതുകേട്ട് യുവാവ് പുഞ്ചിരിച്ചുകൊണ്ട് ഫക്കീറിനോട് പറഞ്ഞു, ബാബാ, നിങ്ങൾ എന്നെ നാണക്കേടിലാക്കുകയാണ്. നിങ്ങൾ എനിക്ക് പണം തന്നില്ലെങ്കിലും ഞാൻ ഈ ജോലി തീർച്ചയായും ചെയ്യും. ഞാൻ നിങ്ങളെ ആ ഗ്രാമത്തിലെത്തിക്കാം. ഇതുകേട്ട് ഫക്കീർ പുഞ്ചിരിച്ചുകൊണ്ട് യുവാവിനോട് പറഞ്ഞു, മോനെ, നീ വളരെ നല്ലൊരു മനുഷ്യനാണെന്ന് തോന്നുന്നു. ഇത്രയും പറഞ്ഞ് അയാൾ 2ാമത്തെ കെട്ടും യുവാവിന് നൽകി. ആ യുവാവ് 2ാമത്തെ കെട്ട് തോളിൽ വെച്ചപ്പോൾ അതും വളരെ ഭാരമുള്ളതായി തോന്നി. പക്ഷെ അവനൊന്നും പറഞ്ഞില്ല. എങ്ങനെയോ അവർ ഇരുവരും നദി കടന്നു. നദി കടന്ന ശേഷം സംസാരത്തിനിടയിൽ യുവാവ് ഫക്കീറിനോട് ചോദിച്ചു, ബാബാ, ഈ 2ാമത്തെ കെട്ടിൽ എന്താണുള്ളത്? ഇതും വളരെ ഭാരമുള്ളതാണല്ലോ. അപ്പോൾ ഫക്കീർ യുവാവിന് മറുപടി നൽകി, മോനെ, ഇതിൽ വെള്ളി നാണയങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ കെട്ടിനും ഇത്ര ഭാരം. ഫക്കീറിന്റെ ഈ വാക്കുകൾ കേട്ട് യുവാവിന്റെ മനസ്സ് വേഗത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ഒരു ചാക്കിൽ ചെമ്പ് നാണയങ്ങളും മറ്റൊന്നിൽ വെള്ളി നാണയങ്ങളും. ഈ ഫക്കീർ ബാബ ദൂരെ നിന്ന് വരികയാണെന്ന് തോന്നുന്നു. ഇദ്ദേഹം തന്റെ എല്ലാ സ്വത്തും വിറ്റ് ഈ നാണയങ്ങൾ ശേഖരിച്ചതാവണം. അതുകൊണ്ടായിരിക്കണം ഇത്രയും പണവുമായി യാത്ര ചെയ്യുന്നത്. എന്നിട്ടും യുവാവ് ഫക്കീറിനോട് ഒന്നും പറയാതെ ഇരുവരും നിശബ്ദരായി മുന്നോട്ടു നടന്നു. കുറച്ചുകൂടി മുന്നോട്ടു നടന്നപ്പോൾ വീണ്ടും ഒരു വിജനമായ വഴി മുന്നിൽ വന്നു. ആ വിജനമായ പാത കണ്ടതും യുവാവിന്റെ മനസ്സിൽ പലതരം ചിന്തകൾ ഉയരാൻ തുടങ്ങി. അവൻ ചിന്തിച്ചു, ഇതൊരു വിജനമായ സ്ഥലമാണല്ലോ. ഈ നാണയങ്ങളുമായി ഞാൻ ഇവിടെ നിന്ന് ഓടിപ്പോയാൽ ഈ ഫക്കീറിനൊന്നും ചെയ്യാൻ കഴിയില്ല. ഇവിടെ ഇവരെ സഹായിക്കാൻ ആരുമില്ല. പിന്നെ ഇതൊരുപാട് നാണയങ്ങളുണ്ടല്ലോ. ഇതുകൊണ്ട് എനിക്കൊരു നല്ല കട വാങ്ങാം.
എന്റെ പുതിയ കച്ചവടം തുടങ്ങാം. ഈ വൃദ്ധനായ ഫക്കീറിന് ഇനി ഈ പണം എന്തിനാണ്? ഇതിലും നല്ലത് ഞാനിത് സ്വന്തമാക്കുന്നതല്ലേ? ഈ യുവാവ് ഇതെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവന് സ്വയം അത്ഭുതം തോന്നിയത്. അയ്യോ, ഞാനെന്താണ് ഈ ചിന്തിക്കുന്നത്? ഈ ഫക്കീർ ബാബ എവിടെ നിന്നാണ് വരുന്നത് എന്ന് ആർക്കറിയാം? ഇത്രയധികം സമ്പത്ത് ഇയാൾ എന്ത് വിറ്റാണ് നേടിയത്? ഈ നിസ്സഹായത ഞാൻ മുതലെടുക്കാൻ പാടില്ല. ഇല്ല, എനിക്കിത് ചെയ്യാൻ കഴിയില്ല. കുറച്ചുനേരത്തേക്ക് അവൻ തന്റെ മനസ്സിനെ നിയന്ത്രിച്ചു. പക്ഷേ അല്പസമയത്തിനകം അവന്റെ മനസ്സിലെ ചിന്തകൾ അവനെ കീഴ്പ്പെടുത്തി. ആ യുവാവ് 2 ചാക്കുകളുമായി ഫക്കീറിന്റെ പിന്നാലെ നടന്നു. കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോൾ അവർ ഒരു മലയുടെ ചുവട്ടിലെത്തി. അപ്പോൾ ഫക്കീർ ബാബ യുവാവിനോട് പറഞ്ഞു, മോനെ, എനിക്കീ മല കയറാൻ കഴിയില്ല. എനിക്ക് പ്രായമായി കാൽമുട്ടുവേദനയുമുണ്ട്. എന്റെ 3ാമത്തെ കെട്ടുകൂടി നീയെടുത്താൽ ഞാൻ നിനക്ക് 3 സ്വർണ്ണ നാണയങ്ങൾ കൂടി നൽകാം. പക്ഷേ ഇത് താഴെ വീഴ്ത്തരുത്, കെട്ട് അഴിഞ്ഞുപോകരുത്. അപ്പോൾ യുവാവ് ഫക്കീറിനോട് ചോദിച്ചു, എന്താണ് ബാബ, ഇതിലെന്താണിത്ര പ്രത്യേകത? അതിന് ഫക്കീർ യുവാവിനോട് പറഞ്ഞു, മോനെ, ഇതിൽ സ്വർണ്ണ നാണയങ്ങളുണ്ട്. ഇതുകേട്ട് യുവാവ് മനസ്സിൽ വളരെ സന്തോഷിച്ചു. അവൻ നിശ്ശബ്ദനായി ആ കെട്ടുകൂടി ഫക്കീറിൽ നിന്ന് ഏറ്റുവാങ്ങി. നിമിഷങ്ങൾക്കകം അവർ ഇരുവരും യാത്ര തുടർന്നു. ഫക്കീർ ഭാരമില്ലാതെ സുഖമായി മല കയറി. എന്നാൽ പിന്നിലുണ്ടായിരുന്ന യുവാവിന് ഭാരം കാരണം സാവധാനത്തിലേ നടക്കാൻ കഴിഞ്ഞുള്ളൂ. പക്ഷേ സ്വർണത്തെക്കുറിച്ച് കേട്ടതുമുതൽ അവന്റെ മനസ്സ് തുള്ളിച്ചാടുകയായിരുന്നു. അവൻ മനസ്സിൽ ചിന്തിച്ചു, ഈ ധനം മുഴുവൻ എനിക്ക് ലഭിച്ചാൽ എന്റെ ജീവിതം മുഴുവൻ സുഖമായി കഴിയാം. എന്തായാലും ഈ ബാബയ്ക്ക് പ്രായമായില്ലേ? ഇദ്ദേഹത്തിന് ഇത്രയും പണത്തിന്റെ ആവശ്യമില്ല. ഇദ്ദേഹത്തിന്റെ ജീവിതം എന്തായാലും തീരാറായില്ലേ? ഞാനൊരു കാര്യം ചെയ്യാം, ഈ പണം മുഴുവൻ എടുത്ത് ഇവിടെ നിന്ന് ഓടിപ്പോകാം. യുവാവിന്റെ മനസ്സിൽ എണ്ണമറ്റ ചിന്തകൾ ഉയർന്നു. അവന്റെ മനസ്സ് ഇപ്പോൾ ബുദ്ധിയെ പൂർണ്ണമായും കീഴ്പ്പെടുത്തിയിരുന്നു. അവന്റെ പ്രവൃത്തികളെ ന്യായീകരിക്കാൻ മനസ്സ് എന്തും പറയാൻ തുടങ്ങി. അപ്പോഴാണ് യുവാവിന്റെ മനസ്സിൽ മറ്റൊരു ചിന്ത കൂടി വന്നത്. ഇത്തവണ അവൻ ചിന്തിച്ചു, ഈ ഫക്കീർ ബാബ ഒരു കള്ളനായിരിക്കണം. അല്ലാത്തപക്ഷം ഇത്രയധികം സ്വർണ്ണ നാണയങ്ങൾ ഇവർക്ക് എവിടെ നിന്ന് ലഭിക്കും? ഒരു വ്യാപാരിയായിരുന്നെങ്കിൽ ഇങ്ങനെ കാൽനടയായി യാത്ര ചെയ്യില്ലല്ലോ. ഇത്രയും പണമുണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് ഏതെങ്കിലും വാഹനം ഏർപ്പാടാക്കാമായിരുന്നില്ലേ? ഇയാൾ ഒരു കള്ളനാണ്. ഒരു കള്ളനിൽ നിന്ന് മോഷ്ടിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് യുവാവ് ഫക്കീറിനേക്കാൾ വേഗത്തിൽ മുന്നോട്ട് നീങ്ങി. നിമിഷങ്ങൾക്കകം അവൻ ഫക്കീറിനെ മറികടന്നു. അവൻ മനസ്സിൽ കരുതി, ഈ മലയുടെ ഇറക്കം തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ഈ 3 ചാക്കുകളുമായി ഓടിപ്പോകും. ഈ പണം മുഴുവൻ എന്റേതാകും. എന്റെ ദാരിദ്ര്യം എന്നേക്കുമായി മാറും. എനിക്കിഷ്ടമുള്ളതെല്ലാം ചെയ്യാൻ കഴിയും. എന്റെ കയ്യിൽ ഒരുപാട് ധനമുണ്ടാകും. നിമിഷങ്ങൾക്കകം അവർ ഇരുവരും മലയുടെ മുകളിലെത്തി. ഇനി ഇറക്കമുള്ള വഴി തുടങ്ങാൻ പോകുകയായിരുന്നു. അപ്പോൾ യുവാവ് ഫക്കീറിന്റെ കണ്ണുവെട്ടിച്ച് ആ 3 കെട്ടുകളുമായി ഓടി മുന്നോട്ടുപോയി. ഇപ്പോൾ അവന്റെ ശരീരത്തിന് ഭാരമില്ലാത്തതായി തോന്നി. ആ 3 ചാക്കുകളുടെ ഭാരം പോലും അവൻ അറിഞ്ഞില്ല. വളരെ ദൂരം ഓട്ടി എങ്ങനെയോ അവൻ തന്റെ വീട്ടിലെത്തി. അവന്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. വേഗം ഈ കെട്ടുകളിൽ നിന്ന് പണം പുറത്തെടുക്കട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ അവ ഓരോന്നായി തുറന്നു. ആദ്യത്തെ കെട്ടിൽ അവന് കണ്ടത് തുരുമ്പെടുത്ത ഇരുമ്പ് നാണയങ്ങളാണ്. ഇത് കണ്ട് അവന് വിശ്വസിക്കാനായില്ല. അവൻ വേഗം 2ാമത്തെ കെട്ടും തുറന്നു. അതിലും തുരുമ്പെടുത്ത ഇരുമ്പ് നാണയങ്ങൾ തന്നെയായിരുന്നു. ഇതെല്ലാം കണ്ട് യുവാവ് സ്തബ്ധനായി. എന്താണ് ഇതൊക്കെ സംഭവിക്കുന്നത്? ആ ഫക്കീർ എന്നോട് മറ്റൊന്നായിരുന്നല്ലോ പറഞ്ഞത്. ഇപ്പോൾ അവൻ സ്വർണ്ണ നാണയങ്ങൾ ഉള്ളതെന്നു വിശ്വസിച്ചിരുന്ന കെട്ട് തുറന്നു. അതിലും തുരുമ്പെടുത്ത ഇരുമ്പ് നാണയങ്ങൾ തന്നെയായിരുന്നു. ഇത് കണ്ട് യുവാവിന് വല്ലാതെ ദേഷ്യം വന്നു. അവൻ ചിന്തിച്ചു, ആ ഫക്കീർ എന്നോട് എന്തിനാണ് നുണ പറഞ്ഞത്? ഒരു ചാക്കിൽ ചെമ്പ് നാണയങ്ങളാണെന്നും മറ്റൊന്നിൽ വെള്ളി നാണയങ്ങളാണെന്നും 3ാമത്തേതിൽ സ്വർണ്ണ നാണയങ്ങളാണെന്നും അവർ എന്നോട് എന്തിനു പറഞ്ഞു? ഇതെല്ലാം അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവന്റെ കണ്ണുകൾ ആ ചാക്കിൽ വെച്ചിരുന്ന ഒരു കത്തിൽ പതിഞ്ഞത്. അവൻ ആ കത്തെടുത്ത് വായിച്ചു. അതിലിങ്ങനെ എഴുതിയിരുന്നു, ഈ നാടകം മുഴുവൻ ഒരു സത്യസന്ധനായ വ്യക്തിയെ കണ്ടെത്താൻ വേണ്ടിയാണ് ആസൂത്രണം ചെയ്തത്. ഞാൻ ഈ രാജ്യത്തിലെ രാജാവാണ്. എനിക്ക് മക്കളില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ തന്ത്രം മെനഞ്ഞത്. എന്റെ രാജ്യത്ത് എനിക്ക് ശേഷം രാജാവാകാനും രാജ്യഭാരം ഏറ്റെടുക്കാനും കഴിയുന്ന പൂർണ്ണമായും സത്യസന്ധനായ യാതൊരു അത്യാഗ്രഹവുമില്ലാത്ത ഒരാളെ കണ്ടെത്താൻ വേണ്ടിയായിരുന്നു ഇത്. ഇതു കേട്ടതും ആ യുവാവ് ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. അവൻ തന്റെ മനസ്സിന്റെ ചിന്തകളെ നിയന്ത്രിച്ചിരുന്നെങ്കിൽ ജീവിതം സഫലമാകുമായിരുന്നു എന്ന് അവനറിയാമായിരുന്നു. പക്ഷേ അവനതിന് കഴിഞ്ഞില്ല. സുഹൃത്തുക്കളെ, മഹാത്മാ ബുദ്ധൻ പറയുന്നു, മനസ്സാണ് എല്ലാം. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതുപോലെയാകും നിങ്ങൾ മാറുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവിനു പോലും നിങ്ങളുടെ അനിയന്ത്രിതമായ ചിന്തകൾ വരുത്തുന്നത്ര ദോഷം വരുത്താൻ കഴിയില്ല. മഹാത്മാ ബുദ്ധൻ പറയുന്നു, നിങ്ങളുടെ ഉള്ളിലേക്ക് ശ്രദ്ധയോടെ നോക്കുക. നമ്മുടെ ഉള്ളിൽ ഓടുന്ന ചിന്തകൾ വാക്കുകളായി മാറുന്നു. വാക്കുകൾ കർമ്മങ്ങളായി പ്രകടമാകുന്നു. ആവർത്തിക്കുമ്പോൾ കർമ്മം സ്വഭാവമായി മാറുന്നു.
പതിയെ ആ സ്വഭാവം വ്യക്തിത്വമായി പരിണമിക്കുന്നു. ഈ വ്യക്തിത്വമാണ് നമ്മുടെ ഭാഗധേയത്തെ നിർണയിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ചിന്തകളെക്കുറിച്ച് എപ്പോഴും ബോധവാന്മാരായിരിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ എപ്പോഴും ജാഗ്രത പുലർത്തണം. നമ്മുടെ മനസ്സിൽ എങ്ങനെയുള്ള ചിന്തകളാണ് വരുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. മഹാത്മാ ബുദ്ധൻ തുടർന്നു പറയുന്നു, ദുർബലത എപ്പോഴും ചെറിയ ചിന്തകളിൽ നിന്നാണ് തുടങ്ങുന്നത്. അതൊരു വിത്ത് പോലെയാണ്. ഈ വിത്തിനെ നശിപ്പിച്ചില്ലെങ്കിൽ ഈ ചെറിയ ചിന്ത വളരെ വേഗം ഒരു വലിയ മരമായി വളരും. അത് നമ്മുടെ ബുദ്ധിയുടെ ചിന്തിക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവിനെ പൂർണ്ണമായും നശിപ്പിക്കും. ഈ കഥയിൽ നിങ്ങൾ കണ്ടതുപോലെ എങ്ങനെയാണ് ആ യുവാവിന്റെ മനസ്സ് അവനെ കീഴടക്കിയതെന്നും അവന്റെ ശരിതെറ്റുകൾ തിരിച്ചറിയാനുള്ള കഴിവ് പൂർണ്ണമായും നഷ്ടപ്പെട്ടതെന്നും. അതുകൊണ്ട് എന്തു ചെയ്യണമെന്ന് അവന് മനസ്സിലായില്ല. അവന്റെ അത്യാഗ്രഹം അവന്റെ ഉള്ളിൽ അത്രയധികം ഊർജ്ജം നിറച്ചു. അവൻ 3 ചാക്കുകളുമെടുത്ത് അത്രയും വേഗത്തിൽ ഓടിപ്പോയി. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ഒരു തെറ്റായ ചിന്ത ആദ്യമായി വരുമ്പോൾ തന്നെ അതിനെ ഇല്ലാതാക്കണം. അല്ലാത്തപക്ഷം അത് ഒരു വലിയ മരമായി വളരുകയും നിങ്ങളെ ഏതെങ്കിലും തെറ്റായ വഴിയിലേക്ക് തള്ളിവിടുകയും ചെയ്യും. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോലും അതിനെ തടയാൻ കഴിയില്ല. എന്നാൽ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ചോദ്യം ഉയരുന്നുണ്ടാകാം, നമ്മൾ എങ്ങനെ നമ്മുടെ മനസ്സിന്റെ ചിന്തകളെ നിയന്ത്രിക്കും? നമ്മുടെ മനസ്സ് അത്രയധികം ചഞ്ചലമാണ്, അത് അത്രയധികം ശക്തമാണ്, അത് നമ്മളെ കീഴ്പ്പെടുത്താറുണ്ട്. ആഗ്രഹിച്ചിട്ടും നമുക്ക് അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലല്ലോ. ഇതിന് മറുപടിയായി മഹാത്മാ ബുദ്ധൻ 2 കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഇതിലൂടെ നിങ്ങളുടെ മനസ്സ് ശാന്തമാകും. നിങ്ങളുടെ മനസ്സിൽ കുടികൊള്ളുന്ന നെഗറ്റീവ് ഊർജ്ജവും ചിന്തകളും ഇല്ലാതാകാൻ തുടങ്ങും. നിങ്ങൾ സമാധാനത്തിലേക്ക് മുന്നോട്ടു പോകും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ നിമിഷത്തിൽ എന്ത് സംഭവിക്കുന്നുവോ, നിങ്ങളുടെ കണ്ണുകൾക്ക് മുന്നിൽ നിങ്ങളുടെ ഉള്ളിൽ എങ്ങനെയെല്ലാം നടക്കുന്നുവോ അതിനെ വെറുതെ നോക്കിക്കാണുക. നിങ്ങളുടെ മനസ്സിലെ നല്ലതും ചീത്തയുമായ ചിന്തകളെ, നിങ്ങളുടെ വികാരങ്ങളെ, നിങ്ങളുടെ ഓർമ്മകളെ യാതൊരു പ്രതികരണവുമില്ലാതെ വെറുതെ നോക്കിക്കാണുക. ഇതിലൂടെ നിങ്ങളുടെ മനസ്സിലെ എല്ലാ ചിന്തകളും പതിയെ ഇല്ലാതാകും. നിങ്ങളുടെ മനസ്സ് ശൂന്യമാകും. നിങ്ങൾക്ക് നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ഈ ദുരിതങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും നിങ്ങൾക്ക് അകന്നു നിൽക്കാനും കഴിയും. അതുകൊണ്ടാണ് മഹാത്മാ ബുദ്ധൻ പറയുന്നത്, സ്വയം കാണുന്നവനാണ് ഏറ്റവും വലിയ തപസ്വി. അതായത് തന്റെ മനസ്സിലോടുന്ന ചിന്തകളെ യാതൊരു പ്രതികരണവുമില്ലാതെ വെറുതെ നോക്കിക്കാണുകയും അവയോട് പ്രതികരിക്കാതിരിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥത്തിൽ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നവൻ. അങ്ങനെയുള്ളവനാണ് സന്തോഷകരവും സമൃദ്ധവുമായ ജീവിതം നയിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം സന്തോഷകരവും സമൃദ്ധവുമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കണം. നിങ്ങളുടെ മനസ്സിനെ ശൂന്യമാക്കണം. നിങ്ങളുടെ മനസ്സിലെ ചിന്തകളെക്കുറിച്ച് നിങ്ങൾ ജാഗരൂകനാകണം. പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, നിങ്ങളുടെ മനസ്സിൽ ഒന്നായിരിക്കും, പക്ഷേ നിങ്ങൾ പറയുന്നത് മറ്റൊന്നായിരിക്കും. കാരണം നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അതാണ് നിങ്ങളുടെ വാക്കുകളിലൂടെ പുറത്തുവരുന്നത്. എന്നാൽ ആ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മസ്തിഷ്കം കൂടുതൽ വ്യക്തമായി പ്രവർത്തിക്കാൻ തുടങ്ങും. നമ്മുടെ ചിന്തിക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവ് വീണ്ടും ഉണരും. അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾക്ക് തെറ്റുപറ്റിയെന്ന് തിരിച്ചറിയാനാകും. അപ്പോൾ നമ്മുടെ മനസ്സ് ദുഃഖത്തിലാകും, ഖേദത്താൽ നിറയും. ഈ ഭാരത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും രക്ഷപ്പെടാൻ മഹാത്മാ ബുദ്ധൻ ശരിയായ ഉദ്ദേശ്യം വളർത്താൻ നമ്മളോട് പറയുന്നു. ഇതിനായി നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാൻ പോകുമ്പോൾ ആദ്യം നിങ്ങൾ സ്വയം ചോദിക്കണം, ഞാൻ ചെയ്യാൻ പോകുന്ന ഈ പ്രവൃത്തിക്ക് പിന്നിലെ എന്റെ ഉദ്ദേശ്യം എന്താണ്? ഞാൻ മറ്റുള്ളവരെ ദുഃഖിപ്പിക്കാനാണോ പോകുന്നത്? അതോ അവരെ താഴ്ത്തിക്കെട്ടാനാണോ? അതോ എനിക്ക് എന്നെത്തന്നെ ഉയർത്താനാണോ? സ്വയം ചോദ്യങ്ങൾ ചോദിക്കുക, സ്വയം ഉണർത്തുക. നിങ്ങളുടെ ഉദ്ദേശ്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുമ്പോൾ, നിങ്ങളുടെ ചിന്തകളെക്കുറിച്ച് ജാഗരൂകരാകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പോസിറ്റീവ് ഊർജ്ജം പ്രവഹിക്കും. അപ്പോൾ നിങ്ങൾ നല്ല ഉദ്ദേശ്യങ്ങളാൽ നിറയും. നിങ്ങളുടെ മനസ്സിൽ കുടികൊള്ളുന്ന നെഗറ്റീവ് ഊർജ്ജവും നെഗറ്റീവ് ഉദ്ദേശ്യങ്ങളും ദിവസവും കുറഞ്ഞുവരും. എന്നാൽ ഓർക്കുക, ഇത് നിങ്ങൾ ദിവസവും ചെയ്യണം. നിങ്ങൾ എപ്പോഴും നല്ലത് മാത്രം ചിന്തിക്കണം. നിങ്ങളുടെ ഉദ്ദേശ്യങ്ങൾ എപ്പോഴും നല്ലതായിരിക്കണം. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ദുഃഖങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയൂ. അല്ലാത്തപക്ഷം നിങ്ങൾ ഈ ദുരിതങ്ങളിൽ തന്നെ തുടരും. നിങ്ങൾക്കൊരിക്കലും അതിൽ നിന്ന് പുറത്തുവരാൻ കഴിയില്ല. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും പഠിച്ചുവെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാനും മറക്കരുത്. ഞങ്ങളെ തുടർന്നും പിന്തുണയ്ക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. നമോ ബുദ്ധായ.